ഹായ് എവരി വൺ, CSIR 2024 നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഏകദേശം നമുക്ക് 6 മന്ത്സാണ് നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങൾക്കറിയാം 9 സബ്ജക്റ്റുകളാണ് CSIR നെറ്റിനുള്ളത്. ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ? മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ആറ്റോമിക് ഫിസിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ഇലക്ട്രോണിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, തെർമോ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഇങ്ങനെ 9 സബ്ജക്റ്റുകളിൽ ഏത് സബ്ജക്റ്റ് പഠിച്ചാലാണ് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാവരും ഒരു ഡൗട്ടാണ് അല്ലേ. അപ്പോൾ ഏകദേശം 5 ഇയേഴ്സിൻ്റെ പേപ്പർ നമ്മളൊന്ന് ട്രെൻഡിങ് അനാലിസിസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഇയേഴ്സിൽ ട്രെൻഡിങ് ആയിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിൽക്കുന്നത്, അവരുടെയൊക്കെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 9 സബ്ജക്റ്റിൽ നിങ്ങളിപ്പോൾ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു 5 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഒരു 5 സബ്ജക്റ്റ് നിങ്ങൾ എടുത്തു, പക്ഷേ അത് ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ, അതിന് എത്ര മാർക്കാണുള്ളത്, അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു ഡൗട്ടായിരിക്കും. അതൊക്കെ ഇന്ന് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാ രീതിയിലും ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ 6 കൊല്ലങ്ങളുടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 6 കൊല്ലത്തെ പേപ്പർ എടുക്കുന്ന സമയത്ത് ഞാൻ ഓരോ സബ്ജക്റ്റിനും ഔട്ട് ഓഫ് ഒരു 200 ആണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഒരു എക്സാമിന് നമുക്ക് 200 മാർക്കിനാണ് നമുക്ക് CSIR നെറ്റ് എക്സാം ഉള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുന്ന സമയത്ത് 235 മാർക്കിന് കാണാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് അത്ര ഉണ്ട്. പക്ഷേ നമ്മൾക്ക് എക്സാമിന് എഴുതേണ്ടത് നിങ്ങൾക്കറിയാലോ, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, 3 സെക്ഷൻസാണ്. ഞാൻ അതൊന്നും കൂടി പറഞ്ഞു തരാണ്. പാർട്ട് എയിൽ ഏകദേശം നിങ്ങൾ 15 ചോദ്യങ്ങൾ ചെയ്താൽ മതി. പാർട്ട് ബിയിൽ നിങ്ങൾ ഏകദേശം 20 ചോദ്യം ചെയ്താൽ മതി. അതുപോലെ തന്നെ പാർട്ട് സിയിൽ നിങ്ങൾ ഏകദേശം 20 ചോദ്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടാവും, പാർട്ട് സിയിൽ 30 ക്വസ്റ്റ്യൻസ് കാണുണ്ടാവും, പാർട്ട് ബിയിൽ 30 ക്വസ്റ്റ്യൻസ് കാണുണ്ടാവും, പാർട്ട് എയിൽ 20 ക്വസ്റ്റ്യൻസ് കാണുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എഴുതി ഏതാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ സെലക്ഷനാണ്. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു അവലോകനമായിട്ട് ഒരു 300-ൽ ഔട്ട് ഓഫ് 300-ലാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് ഞാൻ പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. മാത്തമാറ്റിക്കൽ ഈ 6 കൊല്ലം കൊണ്ട് ഏകദേശം മാർക്ക് വന്നിരിക്കുന്നത് 208 മാർക്കിനാണ് 6 കൊല്ലത്തെ പേപ്പർ അനാലിസിസ് ചെയ്തപ്പോൾ വന്നത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ 191 മാർക്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. മൊത്തം ക്വസ്റ്റ്യൻസിൻ്റെ ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യാം. മാത്തമാറ്റിക്കൽ ആണെങ്കിൽ 208, ക്വാണ്ടം മെക്കാനിക്സ് 191, ക്ലാസിക്കൽ മെക്കാനിക്സ് 212.5, അത്രയും മാർക്കിനാണ് വന്നിരിക്കുന്നത്. ആറ്റോമിക് ഫിസിക്സ് 83.5, ഇലക്ട്രോ ഡൈനാമിക്സ് 197.5, ഇലക്ട്രോണിക്സ് 126, ന്യൂക്ലിയർ ഫിസിക്സ് 118.5, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് 92, തെർമോ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് 196. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹൈ സ്കോറിൽ നിൽക്കുന്നത്. 200-ന് മേലെ ഏതൊക്കെയാണുള്ളത്? ഒന്ന് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട് അല്ലേ, പിന്നെ ഇലക്ട്രോ ഡൈനാമിക്സ്. അപ്പോൾ ഇതിനെയാണ് കോർ പേപ്പേഴ്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്കലും ക്ലാസിക്കലും ഈഡിയും കളഞ്ഞിട്ട് ഒരു കളിയില്ല നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു പേപ്പറാണ് ഇത് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് കണ്ടു 191 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 പേപ്പേഴ്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്താ JRFിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷനാണ് പറഞ്ഞത്. 6 കൊല്ലത്തെ ഒന്നിച്ച് എത്ര മാർക്കിന് വന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻസ്. ഇനി ഞാൻ ഓരോ ഇയറാണ് കേട്ടോ പറയാൻ പോകുന്നത്. 2019 ജൂണിലാണ് കോവിഡിന് മുമ്പ് ലാസ്റ്റ് നടന്ന ഒരു എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2019 ജൂൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2019 ഡിസംബർ ഉണ്ടായിരുന്നു. ആ സമയത്ത് CSIR ആയിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. ആ സമയത്ത് ഓരോ പേപ്പറിൻ്റെ അനാലിസിസ് ആണ് ഞാൻ പറയാൻ പോണത്. അത് നിങ്ങൾക്ക് ഈ സൈഡിൽ ടേബിളിൽ കാണാൻ പറ്റും. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്നുള്ള ജൂണിൻ്റെ എക്സാം എടുക്കുന്ന സമയത്ത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻസ്. കാരണം നമ്മുടെ ഫിസിക്സ് വരുന്നത് പാർട്ട് ബിയിലും പാർട്ട് സിയിലാണ്. മാത്തമാറ്റിക്കൽ വന്നിരിക്കുന്നത് പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻസും പാർട്ട് സിയിൽ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടലാണ് ഞാൻ പറയാൻ പോണത്. 29 മാർക്കിനാണ് എന്ത് വന്നിരിക്കുന്നത്? മാത്തമാറ്റിക്കൽ ഫിസിക്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് വന്നിരിക്കുന്നത് ഏകദേശം 42.5 മാർക്കിന്. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പാർട്ട് ബിയിലാണ് വന്നിരിക്കുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിലോ പാർട്ട് സിയിലാണ് അന്നത്തെ കാലത്ത് കൂടുതൽ വന്നിരിക്കുന്നത്. 5 മാർക്കിൻ്റെ സെക്ഷനിലാണ് വന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. 5 മാർക്കിൻ്റെ സെക്ഷൻസിൽ 5 ക്വസ്റ്റ്യൻസ്. അതിൽ ഏകദേശം 39 മാർക്കിനാണ് വന്നിരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ആറ്റോമിക് ഫിസിക്സ് 15 മാർക്കിന്, അതുപോലെ ഇലക്ട്രോ ഡൈനാമിക്സ് 29 മാർക്കിന്, ഇലക്ട്രോണിക്സ് 20.5-ന്, ന്യൂക്ലിയർ ഫിസിക്സ് 15, സോളിഡ് സ്റ്റേറ്റ് 15, തെർമോ ആൻഡ് സ്റ്റാറ്റ് 32.5. കണ്ടോ, നിങ്ങൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് അക്കൊല്ലത്ത് ഏറ്റവും കൂടുതൽ സ്കോറിങ് നിന്നിരുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് അറിയോ? ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് എന്താണ്? 2019 ജൂണിൽ ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ
ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് എന്താ അവിടെ നിന്ന് തന്നെ 42.5 പ്ലസ് പാർട്ട് എന്നൊരു 10 ചോദ്യം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 60 മാർക്കിലേക്ക് എത്താനുള്ള സേഫ് സ്കോറാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അടുത്തത് 2019 ഡിസംബറിൻ്റെ പേപ്പർ എടുക്കുന്ന സമയത്ത് ഡിസംബറിൽ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിന് 34 മാർക്ക്, ഒരു ടൈ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കേട്ടോ അത്. മാത്തമാറ്റിക്കലിന് 34 മാർക്കിനുണ്ടായിരുന്നു, ക്വാണ്ടം മെക്കാനിക്സിന് 24 മാർക്ക്, ക്ലാസിക്കൽ മെക്കാനിക്സ് 24 മാർക്ക്. അതായത് കട്ടയ്ക്ക് നിന്ന 2 എക്സാംസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സത്തിനും ക്ലാസിക്കൽ മെക്കാനിക്സത്തിനും ഈക്വൽ പ്രോബബിലിറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ 24. ആറ്റോമിക് ഫിസിക്സിന് 25, ഇലക്ട്രോ ഡൈനാമിക്സിന് 34, ഇലക്ട്രോണിക്സിന് 17, ന്യൂക്ലിയർ ഫിസിക്സിന് 20, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് 20, തെർമോ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് 39.5. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അക്കാലത്ത് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്, അതായത് 2019 ജൂണിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നെങ്കിൽ, ക്വാണ്ടം മെക്കാനിക്സ് മാത്തമാറ്റിക്കൽ ആ റീജിയനിലായിരുന്നെങ്കിൽ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും അത് ഏതിലായിരുന്നു കൂടുതൽ? സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് കൂടുതൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തെർമോ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കണ്ടോ, 39.5. അതായത് തെർമോന്നും സ്റ്റാറ്റിന്നും കൂടിയിട്ട്. കാരണം തെർമോന്ന് മാത്രം 7 മാർക്കെന്നും അതുപോലെ തന്നെ 7 മാർക്കൊന്നും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 3 മാർക്കിനും വന്നിട്ടുണ്ട്. 3 മാർക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? 3.5 കേട്ടോ, 3 അല്ല 3.5 മാർക്കിന് തെർമോന്ന് 2നും വന്നിട്ടുണ്ട്. 5 മാർക്സിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്, അതായത് ബിയിലും സിയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ തെർമോഡൈനാമിക്സ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ കുട്ടിക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നെങ്കിൽ അതായിരുന്നു ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ട്രെൻഡിങ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കോവിഡ്, അതായത് കോവിഡിന് ശേഷം നമ്മൾ വരുന്ന സമയത്ത് NTA കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി എൻട്രൻസ് എക്സാം. ആ എൻട്രൻസ് എക്സാമുകളാണ് 2020 ജൂണ്, 2022 ഫെബ്രുവരി, 2022 സെപ്റ്റംബർ, 2023 ജൂണ്. അപ്പോൾ ഈ എക്സാംസിന് വരുന്ന സമയത്ത് 2020 ജൂണിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബോക്സിൽ കാണാൻ പറ്റും, മാത്തമാറ്റിക്കൽ ഫിസിക്സിന് 29 ആയിരുന്നു ഗ്രാൻഡ് ടോട്ടൽ വന്നിരുന്നത്, 29 മാർക്കിനുള്ള ചോദ്യമായിരുന്നു. ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ 30.5, ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ 44, ആറ്റോമിക് ഫിസിക്സ് 18.5, ഇലക്ട്രോ ഡൈനാമിക്സ് 27.5, ഇലക്ട്രോണിക്സ് 25.5, ന്യൂക്ലിയർ ഫിസിക്സ് 15, സോളിഡ് സ്റ്റേറ്റ് 15, തെർമോ ആൻഡ് സ്റ്റാറ്റി 32.5. അപ്പോഴും ആര് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്? തെർമോ ആൻഡ് സ്റ്റാറ്റി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും എന്തുണ്ടായി? ആ കോംപ്ലിമെൻ്ററി പേപ്പർ കയറി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും സ്കോപ്പുള്ള ഒരു പേപ്പറാണെന്ത്? തെർമോഡൈനാമിക്സ്. ഓക്കെ, തെർമോ ആൻഡ് സ്റ്റാറ്റി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അത് 2022 ഫെബ്രുവരി, കാരണം 21 എക്സാം നടന്നിട്ടില്ല. കാരണം ആ എക്സാം എന്തിലേക്ക് മാറ്റി? 2022 ഫെബ്രുവരിയിലും സെപ്റ്റംബറിലായിട്ട് ആ എക്സാം നടന്നിരുന്നത്. അതായത് അടുപ്പിച്ച് 4 മാസത്തെ ഗ്യാപ്പ് വെച്ചിട്ടാണ് എക്സാംസ് നടന്നിരുന്നത്. അക്കൊല്ലത്ത് എന്താണ്ടായിരുന്നത് നിങ്ങൾക്ക് ബോക്സിൽ കാണാൻ പറ്റും. 2022 ഫെബ്രുവരിയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ കണ്ടു 35.5, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ 18.5. ഈ 2 ഭാഗത്ത് കുറച്ച് ട്രെൻഡിങ് ആവാൻ തുടങ്ങി. അതായത് കോർ പേപ്പേഴ്സിൻ്റെ എണ്ണം എന്നാലും കുറവല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി മറ്റവരെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്ന് 32.5 ക്വാണ്ടം മെക്കാനിക്സത്തിൽ നിന്ന് 37.5 ക്ലാസിക്കൽ മെക്കാനിക്സ് 39. ഓക്കെ, അങ്ങനെയാണ് നിൽക്കുന്നത്. ആ സമയമാകുമ്പോഴേക്ക് ആറ്റോമിക് ഫിസിക്സ് കുറഞ്ഞു, 5 മാർക്കിനെ ആകെ വന്നിട്ടുള്ളൂ. അതായത് ഒരൊറ്റ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രോ ഡൈനാമിക്സ് എന്നാണെങ്കിലോ 24 മാർക്ക്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് നിന്ന് 17 മാർക്ക്. അപ്പോൾ ഞാൻ ഇതിലൊരു കാര്യം പറയാം, ഇലക്ട്രോണിക്സ് ഇഷ്ടമുള്ള കുട്ടികളും ഉണ്ടാവാം, ഇനി അത് അത്ര ഗ്രഹിക്കാത്ത കുട്ടികളും ഉണ്ടായിരിക്കാം. ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അനലോഗ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരാളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഡിജിറ്റൽ നല്ല സ്ട്രോങ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 3.5 സെക്ഷൻ ഉണ്ടല്ലോ, അതായത് പാർട്ട് ബിയിലെ സെക്ഷൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അത് അറിയില്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അറിയുന്ന സബ്ജക്റ്റുകൾ ഏതാണോ അത് ഇത് നോക്കി സ്കോർ ചെയ്താണ്ട് ആ സ്കോറിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് 2022 സെപ്റ്റംബറിലേക്ക് എത്തുമ്പോഴേക്കും, അതായത് ഏകദേശം നമ്മുടെ ഇപ്പോൾ ഈ ഇയറിനോട് അടുത്ത് വരാൻ തുടങ്ങി. അപ്പോഴേക്കും എന്താ വെച്ചാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിനാണ് ഏറ്റവും കൂടുതൽ സ്കോറിങ് നിന്നത്, 44.5. കാരണം മെട്രിക്സ്, ഫൊറിയർ, ലഗ്രാഞ്ച്, മെട്രിക്സ്, ഫൊറിയർ, സ്പെഷ്യൽ ഫംഗ്ഷൻ, ബെസൽ ഫംഗ്ഷൻ, ഗാമ, ബീറ്റ, ഡി കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറി വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ട്രെൻഡിങ് മാറി.
ട്രെൻഡിങ് മാറി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് നമ്മൾ പഠിച്ച മാത്തമാറ്റിക്കലല്ല, കുറച്ച് സ്പെഷ്യൽ ഫംഗ്ഷൻസിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആ കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് 44 മാർക്കിനാണ് അന്ന് വന്നിരുന്നത്. ഫുൾ ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നിരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ 44.5, ക്വാണ്ടം മെക്കാനിക്സ് 27.5, ക്ലാസിക്കൽ 34 മാർക്കിന്. അത് ആറ്റോമിക് ഫിസിക്സ് ഒന്ന് കയറി വന്നു 10 മാർക്കിന്, സേഫായിട്ട് നിൽക്കാവുന്ന രീതിയിൽ. ഇലക്ട്രോ ഡൈനാമിക്സ് 35 ഓക്കെ, ഇലക്ട്രോണിക്സ് 25.5 ന്യൂക്ലിയർ ഫിസിക്സ് 20 സോളിഡ് സ്റ്റേറ്റ് 10 തെർമോ ആൻഡ് സ്റ്റാറ്റി 27 അപ്പോൾ ഒന്ന് കുറഞ്ഞു മാർക്ക്. എന്നാലും അത് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്, 27 മാർക്കിന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ തെർമോ ആൻഡ് സ്റ്റാറ്റി പറയാൻ കാരണം എന്താ വെച്ചാൽ അതെല്ലാവർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കേട്ടോ. ഇനി 2023 ജൂണിൽ എക്സാം, അതായത് ഈ ഡിസംബറിന് മുമ്പത്തെ എക്സാം, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പേപ്പർ വളരെ ഈസി ആയിട്ടൊരു പേപ്പറായിരുന്നു. മോഡറേറ്റ് പോലെയല്ല, പാർട്ട് ബി വളരെ ഈസിയും പാർട്ട് സി മോഡറേറ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ആ സമയത്തുള്ള പേപ്പറിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്ന് 39 മാർക്കെന്നും ക്വാണ്ടം മെക്കാനിസത്തിന് 29 മാർക്കെന്നും ക്ലാസിക്കൽ മെക്കാനിസത്തിന് 32.5, ആറ്റോമിക്കിൽ നിന്ന് 10 മാർക്കെന്ന്, ഇലക്ട്രോ ഡൈനാമിക്സ് 44 മാർക്ക്, ഇലക്ട്രോ ഡൈനാമിക്സ് കയറി. ഇലക്ട്രോണിക്സ് 20 മാർക്കായി. ഓക്കെ, അതുപോലെ ന്യൂക്ലിയർ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, തെർമോ ഡൈനാമിക്സിൻ്റെയൊക്കെ മാർക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ തെർമോ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അപ്പോഴും എത്ര മാർക്കിനാണ്? 29 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ 5 പേപ്പേഴ്സാണ് നോക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ചില കുട്ടികളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും തെർമോ ആൻഡ് ന്യൂക്ലിയർ എന്ന് വിചാരിക്കും. തെർമോ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്. ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു നെവർ മൈൻഡ്. കാരണം എന്താ വെച്ചാൽ 20 മാർക്കിനൊക്കെ കഴിഞ്ഞ കൊല്ലം, അതായത് കഴിഞ്ഞ എക്സാമിന് ഏകദേശം ജൂൺ 2023 ഏകദേശം നമുക്കൊരു 30 മാർക്ക് അവിടെ നിന്ന് തന്നെ കവർ ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ റീസെൻ്റ്ലി ഡിസംബർ 2024 ഇനിയിപ്പോൾ ഡിസംബർ 23 24 ഇനി വരാൻ പോണേ, 23 പേപ്പർ എടുത്ത് നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയോ? അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാനത് നിങ്ങളോട് പറഞ്ഞുതരാം. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഏകദേശം 39 മാർക്കിനാണ് വന്നിരുന്നത്, 39 മാർക്കിന്. ക്വാണ്ടം മെക്കാനിക്സും ഏകദേശം 29 മാർക്കിന്. ക്ലാസിക്കൽ മെക്കാനിക്സും 32.7 മാർക്കിന്, 32.5 മാർക്കിന്. അതായത് ജൂണിൽ എന്താണോ നടന്നത് അതേപോലെ തന്നെ. ആറ്റോമിക് ഫിസിക്സ് നിങ്ങൾക്ക് വന്നത് 15 മാർക്കിന്. ഇലക്ട്രോ ഡൈനാമിക്സ് നിങ്ങൾക്ക് വന്നത് 43 മാർക്കിന്. ന്യൂക്ലിയർ ഫിസിക്സ് വന്നത് 20 മാർക്കിന്. സോളിഡ് സ്റ്റേറ്റ് വന്നത് 29 മാർക്കിന് തന്നെ. തെർമോ ഡൈനാമിക്സ് വന്നത് 29 മാർക്കിന് തന്നെ. അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ കിടക്കുക. അതിൽ ഇലക്ട്രോണിക്സ് ആണ് ഒരു പ്രത്യേകത ഉള്ളത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രോണിക്സ് വന്നിരിക്കുന്നത് ആകെ കൂടി 11.5 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം ആൻസർ കീ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒരു അവലോകനം മാത്രമാണ്. അപ്പോൾ ഇലക്ട്രോണിക്സിന് ഏത് രീതിയിലാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ JRFിലേക്ക് എത്തണം. ചില കുട്ടികൾക്കുണ്ടാവും എനിക്ക് നെറ്റൊന്ന് ക്രാക്ക് ചെയ്ത് കിട്ടിയാൽ മതി, ചിലവർക്കുണ്ടെങ്കിൽ JRF കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളോടാണ് ഞാൻ പറയുന്നത് 9 പഠിക്കാൻ നിൽക്കണ്ട, പറ്റുമെങ്കിൽ മാത്രം നോക്കുക. ഈ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ ഒരു ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക. ഈ ഡാറ്റ വെച്ചിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇതിൽ ഏതാണ്, ഇങ്ങനെ 6 കൊല്ലം നിങ്ങളൊന്ന് നോക്കി നോക്കുക. ആ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്കൊരു JRFിലേക്ക് കിട്ടണമെങ്കിൽ 80 മാർക്ക്, ഒരു ജനറൽ കാറ്റഗറി കുട്ടിയോടാണ് ഞാൻ പറയുന്നത്, ഒരു 80 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JRF ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 80 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 സബ്ജക്റ്റ് സെറ്റ് ചെയ്തിട്ട് പഠിക്കുക നിങ്ങൾ. ഓക്കെ, ഇനി അതർ കാറ്റഗറി കുട്ടികളാണ് ലെസ് ദാൻ 80 നോക്കിയാൽ മതി. ലെസ് ദാൻ 80 എന്ന് പറഞ്ഞാൽ 80-ന് താഴെ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 സബ്ജക്റ്റ് എടുക്കുക, ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഒരു 70 മാർക്ക് അല്ലെങ്കിൽ ഒരു 75 മാർക്ക് ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്താ അത് പഠിക്കുക. അത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഈസി ആയിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഫുള്ള് പഠിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് അനാലിസിസ് ചെയ്തിട്ട് നിങ്ങളോട് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് നിങ്ങളുടെ പഠനത്തിൽ ഇത് ഉൾപ്പെടുത്തുക, ഈ പ്ലാൻ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ CSIR നെറ്റിൻ്റെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മക്കളെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.